ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു 4 മണി പലഹാരമായിട്ടാണ്. പഴവും ബ്രെഡും വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ ചെയ്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ സാധാരണ ഓയിലിൽ ചെയ്യുമ്പോൾ കിട്ടത്തില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ മതിയാവും നെയ്യ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇടാം. എന്നിട്ട് ഒരു 3-4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. തേങ്ങയൊന്ന് വറുത്തെടുക്കുമ്പോഴാണ് ശരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറമാകട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ തേങ്ങ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ പഞ്ചസാര കംപ്ലീറ്റ് ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ പഞ്ചസാര ഇതേ കംപ്ലീറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 3 ഏത്തപ്പഴം ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തായാലും ഞാനൊന്ന് ഉടച്ചുകൂടി എടുക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. വെന്ത് വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഉടച്ചു കൊടുക്കാം. ഒരുപാട് ടൈം ഇടേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ബ്രെഡ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ബ്രെഡ് പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ കുറച്ചിടുക കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ അടുക്കി പിടിക്കും. ബ്രെഡ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവുക കേട്ടോ. നെയ്യ് തടവിയിട്ട് വേണം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ബോൾസ് ആക്കിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. ഇനി അടുപ്പിലോട്ട് ചെറിയൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നും വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഫ്രൈ ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്തു. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. എന്തായാലും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു സംശയമില്ല. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. പാത്രം കാലിയാവുന്ന കാര്യം അറിയേയില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ല ചൂടായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ല ചൂടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് ലെങ്തി ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെറിയ ഷോർട്ടായിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതും കൂടെ പറയാം കേട്ടോ. മാക്സിമം ഞാൻ വീഡിയോ ഒന്ന് ഷോർട്ടായിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.